മറ്റു വാർത്തകളിലേക്ക് കൂടി കടക്കുകയാണ്. ഉമാ തോമസ് MLAയുടെ അപകടത്തിലേക്ക് നയിച്ചത് മൃദംഗനാദം പരിപാടിയിലെ സംഘാടന പിഴവുകളാണ്. 18 അടി ഉയരത്തിൽ ഉണ്ടാക്കിയ സ്റ്റേജിന് കൈവരിക്ക് പകരം റിബണാണ് കെട്ടിയിരുന്നത്. 40 കസേരകളിട്ട വേദിക്ക് വേണ്ട വീതിയും ഉണ്ടായിരുന്നില്ല. അപകടത്തിന് ശേഷവും ഗിന്നസ് റെക്കോർഡ് ആഘോഷമാക്കുന്ന ദയനീയമായിട്ടുള്ള കാഴ്ചയും കലൂർ സ്റ്റേഡിയത്തിൽ ഇന്നലെ നമ്മൾ കണ്ടു. അവിടെ ഒരു ബാരിക്കേഡിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു ക്യൂ മാനേജർ മാത്രമാണ് ഉണ്ടായിരുന്നത്. പരിപാടികൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പാലിക്കപ്പെടേണ്ട സേഫ്റ്റി പ്രോട്ടോകോൾസ് പാലിച്ചിട്ടുണ്ടോ എന്നുള്ള പരിശോധന കൂടി നടത്തേണ്ട ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. കലൂർ സ്റ്റേഡിയത്തിന്റെ 2 ആൾ പൊക്കമുള്ള ഗാലറിയിലെ സീറ്റുകൾക്കും കൈവരികൾക്കും മേലെ തട്ടിട്ടാണ് വേദിയൊരുക്കിയത്. മന്ത്രിയും MP-യും MLA-യും അടക്കം VIP-കൾക്കിരിക്കാൻ 40 സീറ്റുകൾ. പിന്നെ കഷ്ടിച്ച് നടക്കാൻ മാത്രം വീതി. ഈ വഴിയിലൂടെ നടന്നു വന്നപ്പോഴാണ് ഉമാ തോമസ് MLA വീണത്. കൈവരി ഉറപ്പുള്ളതായിരുന്നില്ല. റിബൺ വലിച്ചു കിട്ടിയത്. വേദിയുടെ തട്ടിൽ നിന്ന് നേരെ താഴ്ച. അതിനിടയിൽ പ്ലാറ്റ്ഫോമോ സുരക്ഷാ തട്ടോ ഒന്നുമില്ല. പോലീസ് സ്ഥലം പരിശോധിച്ചിട്ടുണ്ട്. സുരക്ഷാ വീഴ്ചയുണ്ടായെങ്കിൽ നടപടിയുണ്ടാകുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ വ്യക്തമാക്കുന്നു. സുരക്ഷാ വീഴ്ച പ്രാഥമികമായിട്ട് കാണാൻ കഴിയുന്നുണ്ടോ? നമ്മൾ പറയാം എന്തുണ്ട് എന്നത് എൻക്വയറി ചെയ്ത്. എന്നാൽ സുരക്ഷാ വീഴ്ചയെ നിസ്സാരമായി കാണുകയാണ് സംഘാടകർ. 18 അടിയെയും നിസ്സാരമായി കാണുന്ന രീതിയിലാണ് സംഘാടകരുടെ പ്രതികരണം. മാത്രമല്ല, ഉമാ തോമസിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതിനു ശേഷവും പരിപാടി നിർത്തിവെക്കാൻ സംഘാടകർ തയ്യാറായില്ല. മന്ത്രിയും MP-യും അടക്കമുള്ളവർ പോയതിനു ശേഷം പരിപാടിക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടിയതിനുള്ള ആഘോഷവും വേദിയിൽ നടന്നു. പരിപാടികൾ വെട്ടിച്ചുരുക്കിയെന്നും ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് പലയിടങ്ങളിൽ നിന്നെത്തിയവരെ നിരാശരാക്കാതിരിക്കാനാണ് ആഘോഷം നടത്തിയതെന്ന വിചിത്ര വിശദീകരണവും സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇത്രയും പേര് 12,500 പേരും അവരുടെ പാരൻസും ആഗ്രഹിച്ചത് ഒരു ഗിന്നസ് കിട്ടാനായിരുന്നു. ആ ഗിന്നസ് കിട്ടാൻ നമ്മുടെ ഇതുകൊണ്ട് അശ്രദ്ധ കൊണ്ട് ആ സാധനം കിട്ടിയില്ലെങ്കിൽ എന്നുണ്ടാവും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.